നമുക്ക് ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു ചോദ്യം. അനുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ 4:5 എന്ന അനുപാതത്തിലാണ്. 8 കൊല്ലത്തിന് ശേഷം അവരുടെ വയസ്സുകളുടെ അംശബന്ധം 5:6 ആണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 32 40 36 45 20 25 ദെൻ 16 20 എന്ന് പറയുന്ന 4 ഓപ്ഷൻസ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. ചിലപ്പോൾ ഈ റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു നമ്മളെ പറ്റിക്കുന്ന ഒരു ചോദ്യമാണ് എന്നൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ഇവിടെ വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നും എഴുതണ്ട, ഒരു കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം അവർ പറയുന്നുണ്ട് അനുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ പ്രായങ്ങൾ എത്രയെന്ന് പറയുന്നുണ്ട്. പ്രായത്തിന്റെ അംശബന്ധം 4:5 എന്നാ പറയുന്നത്. 4:5 അല്ലേ? എന്നിട്ട് പറയുന്നുണ്ട് 8 വർഷങ്ങൾക്ക് ശേഷം 8 വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അംശബന്ധം സംതിങ് 5:6 എന്ന് മാറുന്നുണ്ട് എന്നും കൂടെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എങ്കിൽ അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ എന്നാണ് ചോദ്യം. എന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് 4 ഓപ്ഷൻ എന്ന് പറയുന്നത്? 32 40 ഒന്നാമത്തത്, 32 40 അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ അംശബന്ധം? ഇത് പ്രസന്റ് റേഷ്യോ ആണ് തന്നേക്കുന്നത്. പ്രസന്റ് റേഷ്യോ അല്ലെ? പ്രസന്റ് റേഷ്യോ ആണ് ഈ തന്നേക്കുന്നത്. ഈ തന്നേക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രസന്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ് ആണ് തന്നേക്കുന്നത്. ഇനി ഇവർ എന്ത് പറയുന്നുണ്ട്? ഇപ്പോഴത്തെ ഏജുകളുടെ അംശബന്ധം 4:5 എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ നമ്മൾ ഇനി 8 വർഷത്തിന് ശേഷമോ 10 വർഷം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പോഴത്തെ അംശബന്ധം തന്നിട്ട് ഇപ്പോഴത്തെ പ്രായങ്ങളാണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോഴത്തെ ആദ്യത്തെ പ്രായം 32 40 അതാണ് പറഞ്ഞിരിക്കുന്നത്. അനുവിന് 32 രാജുവിന് 40 ആകുമോ എന്നാണ് ചോദ്യം. അടുത്ത ഓപ്ഷൻ എന്താണ്? അപ്പൊ ഇത് ഫസ്റ്റ് ഓപ്ഷൻ. അടുത്ത പറയുന്നത്? അടുത്തത് 36 45 അനുവിന് 36 രാജുവിന് 45. ഇനി ഫോർത്ത് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ വരുന്നത് 20 25 അല്ലെ? അടുത്ത ഓപ്ഷൻ വരുന്നത് 16 20. പെട്ടെന്ന് നമുക്കത് പറയാൻ പറ്റും. ഇതിനകത്ത് ആൻസർ എങ്ങനെ പറയാൻ പറ്റും? കാര്യം ഇപ്പോഴത്തെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ പ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. 32 40 നമ്മൾ റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നമുക്ക് ഏതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം? 8 കൊണ്ട് സിംപ്ലിഫൈ ചെയ്യാം. ശരിയല്ലേ? 4 8 30. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ? നിങ്ങൾക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പെട്ടെന്ന് അത് കിട്ടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 32 40 എങ്ങനെ എഴുതാം? 32/40 എഴുതാം. കണ്ടോ? ഇനി നമുക്ക് കട്ട് ചെയ്യാം. 4 8 32 അല്ലെ? 5 8 40 4/5 എന്ന് പറയാം. 4:5 അല്ലേ? റേഷ്യോ 4:5 ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ ഇപ്പോഴത്തെ പ്രായം ഇത് തന്നെ കിട്ടി. ഇനി ബാക്കിയൊന്നും ചെയ്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആൻസർ ചൂസ് ചെയ്യാം. 32 40 അവരുടെ പ്രായം. അപ്പൊ ഇവിടെ ആ 8 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതോ 8 വർഷത്തിന് ശേഷം റേഷ്യോ ഒന്നും നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. വെറുതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ 4:5 36 അല്ല 32 40 ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു ചോദ്യം ആണ്. ഓക്കെ, സോ സിമ്പിൾ ആണ്. ആ ഒരു ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്താണ് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. ചോദ്യം വരാം. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം പറയുന്നത് ക്യൂബ് ആകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉൾഭാഗത്തിന്റെ ആഴം 20 സെന്റിമീറ്റർ. ഈ പാത്രത്തിൽ 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. നനഞ്ഞിരിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണം എന്ത് എന്നതാണ് ചോദ്യം. നല്ലൊരു ചോദ്യം. നമുക്ക് ഇച്ചിരി ഒന്ന് ഡൗട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചോദ്യമാണ്. കുറച്ചധികം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും എന്ന് നമുക്ക് തോന്നുന്ന ഒരു ചോദ്യമാവാം ഈ ഒരു ചോദ്യം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ശരി, ഓക്കെ. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ക്വസ്റ്റ്യൻ കണ്ടില്ലെങ്കിൽ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. അപ്പോൾ ക്യൂബ് ആകൃതിയിലുള്ള അല്ലെ, ക്യൂബ് ആകൃതിയിലുള്ള ഒരു പാത്രത്തിന്റെ ഉൾഭാഗം. അപ്പൊ നമ്മുടെ മനസ്സിൽ ക്യൂബ് ആകൃതി എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും ഞാൻ വരയ്ക്കാം. പക്ഷെ വരച്ചൊന്ന് കരുതി നമുക്ക് പെട്ടെന്ന് ഒരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഞാൻ ഒന്ന് വരച്ചു വയ്ക്കുകയാണ്. ക്യൂബ് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അതായത് എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ഒരു പാത്രം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ പറയുന്നത്? ഒരു ക്യൂബ് ആകൃതിയിൽ പാത്രത്തിന്റെ ഉൾഭാഗത്തിന്റെ ആഴം, അതായത് ഈ ക്യൂബിന്റെ ആഴം എന്ന് പറയുന്നതാണ് അകത്തേക്കുള്ള ആഴമാണ് പറയുന്നത്. അപ്പൊ ആഴം എന്ന് പറയുന്നത് നമ്മൾ ക്യൂബ് എടുത്തൊരു പാത്രം ഉണ്ടെങ്കിൽ ആ ക്യൂബിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ ആഴം നമ്മൾ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ഹൈറ്റ് എത്തുന്നവർ പറയുന്നുണ്ട്. അതായത് ഈ ഹൈറ്റ് അവര് 20 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗസ് ചെയ്യാം. ഒരു പാത്രം നമ്മുടെ മനസ്സിൽ ഗസ് ചെയ്യാമെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ അപ്പോൾ അതിന്റെ ഹൈറ്റ് 20 പറയുന്നുണ്ട്. ദെൻ ഈ പാത്രത്തിൽ 10 സെന്റിമീറ്റർ വരണം. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ ഹൈറ്റ് 20 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 20 ആയിരിക്കും. ശരിയല്ലേ? കാര്യം ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ? അതിന്റെ ഈ വീതിയും എന്ത് തന്നെയായിരിക്കും? 20 തന്നെയായിരിക്കും.
അപ്പോൾ ക്യൂബിന്റെ പ്രത്യേകത ക്യൂബിന്റെ എല്ലാ വശങ്ങളും തുല്യമായതുകൊണ്ട് ഹൈറ്റ് 20 എന്ന് പറയുന്നതുകൊണ്ട് ഇതും 20 ആയിരിക്കും, ഇതും 20 ആയിരിക്കും, എല്ലാം 20 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി എന്താ പറയുന്നത്, ഇതിനകത്ത് പക്ഷേ നിറയെ വെള്ളമില്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എത്ര 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ 20 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലും അതിന്റെ പകുതിയായ എത്രയേ ഉള്ളൂ, 10 സെന്റിമീറ്ററിലാണ് വെള്ളം വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പം ഇങ്ങനെയാണ് വെള്ളം വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വെള്ളം വന്നിരിക്കുന്നത് എങ്കിൽ നമ്മളുള്ള ചോദ്യം ഇതിന്റെ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണമാണ് എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെയൊക്കെ ആയിരിക്കും നനഞ്ഞിരിക്കുക എന്ന് ചിന്തിക്കും. നമുക്കിത് ഒരുപാട് രീതി ചെയ്യാം കേട്ടോ, പല രീതികളിൽ ചിന്തിച്ച് ചെയ്യാം, ഫോർമുല ചെയ്യാം, ഫോർമുല യൂസ് ചെയ്യാതെ ചെയ്യാം, ഒത്തിരി 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 മെത്തേഡുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. നമുക്കതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഒരു സാധനം ഇപ്പൊ ഇത് എങ്ങനെയായിട്ട് മാറി നോക്കിയേ. ഈ ഒരു പാത്രമാണ് നമ്മൾ കയ്യിലിരിക്കുക. ആ പാത്രത്തിനകത്ത് വെള്ളം കുറച്ചുണ്ട് എങ്കിൽ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിന്റെ വിസ്തീർണം എവിടെയൊക്കെയാണ് നനയുക എന്ന് നമുക്കൊന്ന് ആലോചിക്കാൻ മതി അല്ലെ. അപ്പൊ ഒരു പാത്രം നമ്മളൊന്ന് ഗസ് ചെയ്ത്, നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം ഗസ് ചെയ്ത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ആദ്യം എവിടെ ആയിരിക്കും നനയുക, അതിന്റെ താഴെ ഭാഗം ബേസ് ആയിരിക്കും, അതിന്റെ പാദമായിരിക്കും നനയുക. അതായത് ഈ പോർഷൻ നനയും. ശരിയല്ലേ? ഈ താഴത്തെ പോർഷൻ നനയും. ഒരു പോർഷനായി. ശരിയല്ലേ? ഇനി ഈ ഒരു സംഭവം എന്താണ്, ക്യൂബിന്റെ ഷേപ്പ് ആണെന്ന് വിചാരിച്ചോളൂ, ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ സൈഡും അകത്ത് വന്നിരിക്കുന്ന 4 പോർഷൻ. നമ്മളൊരു ക്യൂബ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പാത്രം ചിന്തിക്കുകയാണെങ്കിൽ ആ പാത്രത്തിന്റെ പാദം നനയും, അതിന് ചുറ്റിലുള്ള ഭാഗവും നനയും. ശരിയല്ലേ? അപ്പൊ ചുറ്റിലുള്ള ഭാഗം എന്ന് പറയുമ്പോൾ അതിന്റെ ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം, ഈ 4 ഭാഗങ്ങളും നനയും. അപ്പൊ എവിടേക്കാണ് ഭാഗം, താഴെ നനയും, ചുറ്റിലുള്ള 4 ഭാഗങ്ങളും നനയും. അപ്പൊ ഈ 4 ഭാഗങ്ങളും എത്രയാണ്, ഈ 4 ഭാഗങ്ങളുടെ പരപ്പളവ് വിസ്തീർണമാണ് ചോദ്യം. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഒന്നുകൂടെ പറയാ. ഞാൻ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ച് കാണിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. എന്താണ്, ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് ചെയ്തിട്ട് മാത്സിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. നമുക്ക് എന്ത് പറയാനുള്ളത്, ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അതിനകത്ത്. കാര്യം ഫസ്റ്റ് സ്റ്റേജ് കടന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസും സെക്കൻഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ അത് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയായിപ്പോയി. നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞ കാര്യമാണ്, വിട്ടേക്കണം. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഓക്കെ, ഇനി വരുന്ന എക്സാംസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ശരി, അപ്പൊ നമ്മൾ എന്താ പറയുക, അപ്പൊ ഈ പാത്രം നമ്മളെ കയ്യിരിക്കും. അപ്പൊ ഇതിൽ ഈ നനഞ്ഞ ഭാഗങ്ങൾ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ ഗസ്സിങ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ മാത്രം കൺസിഡർ ചെയ്ത് മനസ്സിൽ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ താഴെ ഭാഗവും ചുറ്റിലുള്ള ഭാഗവുമാണ് നമുക്ക് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആലോചിക്കുന്നത് പല രീതി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ക്യൂബിക്കൽ ഷേപ്പ് ആണെങ്കിൽ പോലും, ക്യൂബിന്റെ ഷേപ്പ് ആണെങ്കിൽ പോലും നമ്മൾ വെള്ളമുള്ള ഭാഗം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ക്യൂബിക്കൽ ഷേപ്പ് ആവില്ല. ശരിയല്ലേ? കാര്യം എന്താണ്, താഴെ ഇത് 20 സെന്റിമീറ്റർ കറക്റ്റ് തന്നെയാണ്. ഈ സൈഡ് വീതിയും നീളവും വീതിയും 20 സെന്റിമീറ്റർ. പക്ഷേ അതിന്റെ ഉയരം എത്രയേ ഉള്ളൂ, ഉയരം 10 സെന്റിമീറ്റർ ഉള്ളൂ. അപ്പൊ നീളം 20, വീതി 20, പക്ഷെ ഉയരം, കാര്യം നനഞ്ഞിരിക്കുന്ന ഭാഗം ചോദിക്കുമ്പോൾ വെള്ളമുള്ള ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പൊ നീളം വീതി. അപ്പൊ ഇത് നോക്കിയേ, ഡിഫറെന്റ് ആയില്ലേ. എല്ലാ വശങ്ങളും ഒരുപോലെ ആണെങ്കിൽ ക്യൂബ് അല്ലെ. ഇത് പക്ഷേ എല്ലാ വശങ്ങളും ഒരുപോലെ ആയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല, ക്യൂബോയിഡ് എന്ന് പറയും. ചതുരസ്തംഭത്തിന്റെ ഫോമിലാണ്. ചതുരസ്തംഭം നീളവും വീതിയും ഉയരവും വ്യത്യസ്തം. നീളവും വീതിയും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് സമയരസ്തംഭം എന്ന് പറയാം. അത് വിട്ടേക്ക്, ഇനി അതിന്റെ ഫോർമുലയിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഒറ്റ ഫോർമുല പഠിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ, ഇതിന്റെ ഹൈറ്റ് മാത്രം വ്യത്യാസം. അപ്പൊ ഇനി നനഞ്ഞിരിക്കുന്ന ഭാഗം ചിന്തിക്കാം. ഒരു ക്യൂബാണ്, അതായത് ക്യൂബോയിഡാണ്, അതായത് ചതുരസ്തംഭമാണ്. ചതുരസ്തംഭത്തിനകത്ത് നനഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം നമുക്ക് വേണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഈ ഇത്രയും ഭാഗത്തിന് ചിന്തിക്കുമ്പോൾ പാദം നനയും, ചുറ്റിലുള്ള 4 ഭാഗം നനയും. മുകൾ ഭാഗത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം മുകൾ ഭാഗം നനയില്ല. ഒരു പെട്ടിയാണെങ്കിൽ പോലും ഈ വെള്ളം മുകളിൽ ഒന്ന് തട്ടിയാൽ മാത്രമേ മുകൾ ഭാഗം നനയുള്ളൂ. അപ്പൊ നമുക്ക് 5 സ്ഥലങ്ങളുടെ ഏരിയ മതി. പാദത്തിന്റെയും ചുറ്റിലുള്ള ഭാഗങ്ങൾ എന്താ പറയുക, പാർശ്വമുഖങ്ങൾ എന്നാ പറയുക, ലാറ്ററൽ സർഫസ് എന്നാ പറയുക. അപ്പോൾ പാദമുഖത്തിന്റെയും പാർശ്വമുഖത്തിന്റെയും മാത്രം മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ ഇതിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചേ. ഉപരിതല പരപ്പളവ്, അതായത് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്ന ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നു വിചാരിക്കുക. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് എന്തായിരിക്കും പ്രത്യേകത കിട്ടുന്നത്, എനിക്ക് പാദത്തിന്റെ കിട്ടും, മുകളിലത്തെ ഭാഗത്തിന്റെ, അതായത് 2 പാദങ്ങളുണ്ടല്ലേ, ഈ 2 പാദത്തിന്റെ ഏരിയ പ്ലസ് 4 ചുറ്റിലുമുള്ള ഭാഗത്തിന്റെ ഏരിയ, അങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. പക്ഷെ ഇതിപ്പോ നമുക്ക് അത്രയും സാധനം വേണ്ട. നമുക്ക് എന്ത് മതി, പാദത്തിന്റെ വേണം, ചുറ്റിലുള്ളത് വേണം, മുകളിലെ ഭാഗത്തിൻ്റെത് വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്കൊരു കാര്യം അറിയാം. ഈ പാദം എന്ത് ഷേപ്പാണോ, അത് പാദത്തിന്റെ ഏരിയ എന്താണോ അത് തന്നെയായിരിക്കും മുകൾ ഭാഗത്തിന്റെ ഏരിയ. ശരിയല്ലേ? കാര്യം 2 പാദം നമുക്ക് ഒരുപോലെയാണ് സ്തംഭത്തിന്റെ ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ്, അതിന്റെ മുകളിൽ. നമുക്ക് മുകളിലെ ഭാഗത്തിന്റെ ഏരിയ വേണ്ട, നമുക്ക് താഴത്തേന്റെയും ചുറ്റിലുള്ളത് മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം. ഇതിന്റെ ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കാം. ഉപരിതല പരപ്പളവ് കണ്ടുപിടിച്ചതിന് ശേഷം മുകളിലുള്ള ഭാഗം എടുത്ത് അങ്ങ് മാറ്റുക.
പോരെ, ഉപരിതല പരപ്പിനുള്ളിൽ മൊത്തം കിട്ടും, താഴെ കിട്ടും, ഈ രണ്ട് മുകളിലെത്തുന്ന താഴത്തെയും കിട്ടും, ചുറ്റിലുള്ളതും കിട്ടും. പക്ഷെ നമുക്ക് ആരെ വേണ്ട, മുകളിലുള്ളത് വേണ്ട, കാര്യം അവിടെ നനയുന്നില്ലല്ലോ, നമുക്ക് നനയുന്ന ഭാഗം മാത്രമാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഉപരിതല പരപ്പളവിന്റെ ഫോർമുല എന്താണ്? ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ചതുരസ്തംഭത്തിന്റെ 2 × LB + LH + BH അല്ലേ. അപ്പൊ ഇതിന് നമുക്ക് എന്തിനെയാണ് ഒഴിവാക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. അപ്പൊ ഇത് നീളം, ഇത് വീതി, ഇത് ഉയരം അല്ലേ. അപ്പൊ നീളം, വീതി, ഉയരം നമുക്ക് നോക്കാം. നോക്കിയാൽ നമ്മളിത് കണ്ടുപിടിക്കാൻ പോകാം. 2 × LB നീളം ഗുണം വീതി, നീളം ഗുണം വീതി ശരിയല്ലേ. അപ്പൊ 20 × 20 എത്ര കിട്ടും? നീളം ഗുണം വീതി 400 പ്ലസ് LH എന്താ? LH എന്ന് പറഞ്ഞാൽ 20 × 10 200 പ്ലസ് BH എന്താ? 20 × 10 വീണ്ടും 200 ശരിയല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 400 + 600 800, 2 × 800 എന്ന് പറഞ്ഞാൽ 1600 ആണ് ഇതിന്റെ മൊത്തം ഉപരിതല പരപ്പളവ് ശരിയല്ലേ. അതായത് വെള്ളം നിൽക്കുന്ന ഭാഗം വരെയുള്ള ഉപരിതല പരപ്പളവ് എത്രയാണ്? 1600 ആണ്. പക്ഷെ നമുക്ക് അത്രയും വേണ്ട. കാര്യം എന്താ? നമുക്കിപ്പോ കിട്ടിക്കുന്നത് എങ്ങനെയാണ്? ഈ പാദം കിട്ടി, മുകളിലത്തെ പാദം കിട്ടി, സൈഡിലുള്ളതും കിട്ടി. നമുക്ക് പക്ഷെ മുകളിലത്തെ പാദം വേണ്ട, കാര്യം അവിടെ നനയുന്നില്ല. അപ്പൊ മുകളിലത്തെ പാദം നമുക്ക് എടുത്താൽ കളയാം, ഈ ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം ശരിയല്ലേ. അപ്പൊ നോക്കി, ഇതിന്റെ ഏരിയ എന്താണോ അത് തന്നെ ആയിരിക്കും ഇതിന്റെ ഏരിയ, രണ്ട് സെയിം അല്ലേ. ഇതിന്റെ ഏരിയ എന്താ? അത് ഈ ഭാഗം ഒന്ന് എടുത്ത് നോക്കി, അതിന്റെ നീളം 20, വീതി 20. അപ്പൊ 20 × 20 400. അപ്പൊ ഇത് കാര്യം ഒരു സമയല്ലേ വന്നിരിക്കുന്നത്. അതായത് നോക്കി, ഈ സമയത്തിന്റെ ഏരിയ 400 അല്ലേ വന്നത്, 20 × 20 400. അപ്പൊ ഈ 400 ആയിരിക്കും മുകളിലും വരുന്ന ഏരിയ. അതും കൂടെ ചേർന്നാണ് നമുക്ക് ഈ 1600 തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? 1600 നിന്നും ആ മുകളിലത്തെ പാദം എടുത്താൽ കളയാം, കാര്യം അവിടെ നനയുന്നില്ല. അത് എത്രയാണ്? 200 × 400. സോ 1600 - 400 1200. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. 1200 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയാം. നമുക്ക് ഓപ്ഷനകത്ത് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 1200 എന്ന് പറയുന്നത് നോക്കി, 1200 അസി ഓപ്ഷനാണ് ഇതിന്റെ 1200 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ പറ്റും. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വന്നത് ഒരുപക്ഷെ നമുക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ധാരണ പെട്ടെന്ന് കാര്യം ജോമെട്രിയാണ് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു പോർഷൻ ആയിരിക്കും. ഒരു ചിലരൊക്കെ നോക്കാതെ പോയ പോർഷൻ ആവാം. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇത്രയും പറയേണ്ടത്. അപ്പോൾ നമുക്കിത് ഇതിനെക്കുറിച്ച് ജോമെട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ ഫിഗേഴ്സ്, ഈ പ്രിസം, പിരമിഡ് എന്നൊക്കെ പറയുന്നതിനെ ഒരു ധാരണ നന്നായിട്ടുണ്ടെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇത് ഈ SCERT സിലബസിലുള്ളതും എന്താ പറയാ, നമ്മുടെ SCERT-കൾ കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ SCERT-യിൽ സാധാരണയായിട്ട് കാണുന്നതല്ല. ഇത് NCERT സിലബസിലെ 10ാം ക്ലാസ്സിലൊക്കെ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. 9, 10 ക്ലാസ്സുകളിൽ CBSE ക്ലാസ്സുകളിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങൾ, ആ ഒരു ലെവലിൽ വരുന്ന ചോദ്യങ്ങളാണ് ഈ ചോദ്യം എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ നല്ലൊരു ചോദ്യമായിരുന്നു. നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ഈ റീസെന്റ് നടന്ന എക്സാംസിലൊന്നും പറയാത്ത തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ഒരു ചോദ്യം നല്ല ചോദ്യം നമുക്ക് വേണമെങ്കിൽ പറയാം. ശരി, നമുക്ക് അടുത്തിലേക്ക് വരാം. ചുവടെ തന്നിട്ടുള്ള സംഖ്യാ ജോഡികളുടെ ഗുണനഫലം എണ്ണൽ സംഖ്യയായവ ഏതെല്ലാം? ഒരു 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഗുണനഫലം എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാവുന്ന ഓപ്ഷൻസ് ഏതെല്ലാം എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കതൊന്ന് എഴുതാം കേട്ടോ. നമുക്കൊന്ന് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഗുണിച്ച് കിട്ടുമ്പോൾ ഈ സംഖ്യ 3 ഓപ്ഷൻ √3 × √12 √7 × √3 then √5 × √80. ഇതിൽ ഏതൊക്കെയാണ് ഗുണിച്ചെഴുതുമ്പോൾ എന്ത് കിട്ടുന്നത്? നമുക്ക് നാച്ചുറൽ നമ്പറുകളുടെ സംഖ്യ കിട്ടും. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതാം. ഓക്കെ, അടുത്തത് 1 √3 √12, അടുത്തത് 7 2 then 3 3 അടുത്തത് √5 √80. ഇതാണ് ചോദ്യം. നമുക്കത് ഗുണിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? √3 × 12 36. √36 3 × 12 കാര്യം രണ്ടിനും സെപ്പറേറ്റ് റൂട്ടിന് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ റൂട്ടാക്കാം. √36 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ അത് പൂർണ്ണ സംഖ്യ കിട്ടി. അപ്പോൾ 1 ശരിയാണ്. അടുത്ത് നോക്കി, ഇത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഷമ ഭിന്നമാകും. എങ്ങനെയാക്കും? 7 × 2 14, 14 + 1 15. അപ്പോൾ √15 ബൈ എത്രയാണ്? താഴെ 2 അല്ലേ, ഇൻറ്റു ഇവിടെ എങ്ങനെ ചെയ്യാം? നമുക്ക് നോക്കിയേ, 3 × 3 9, 9 + 1 10. ഇതൊക്കെ നമുക്ക് അറിയാലോ, സിമ്പിൾ അല്ലേ, ഫ്രാക്ഷൻ അല്ലേ വരുന്ന, ബൈ 3 അല്ലേ. അപ്പൊ എന്താ വരിക? ഗുണിക്കാം. നമുക്ക് രണ്ടോടെ ഗുണിക്കുമ്പോൾ എങ്ങനെ ഗുണിക്കാം? അംശങ്ങൾ തമ്മിൽ ഗുണിക്കും. √15 × 10 അല്ലേ. ഇനി അങ്ങനെ ഗുണിക്കാതെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എങ്ങനെ അറിയാമോ? ഇതിപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് റൂട്ടല്ലേ കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? കോമൺ റൂട്ട് കൊടുത്തിട്ട് രണ്ടിനും എങ്ങനെ എഴുതാം കണ്ടോ? അത് ഗുണിക്കുന്നത് അങ്ങനെയല്ലേ, 15 × 2 × 10/3 അല്ലേ. ഒറ്റ രണ്ടിനും സെപ്പറേറ്റ് റൂട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ കോമൺ റൂട്ട് കൊടുത്തിട്ട് രണ്ടും ഒരുമിച്ച് അങ്ങനെ എഴുതും. നോക്കി, ഇത് ഇനി വെട്ടാൻ പറ്റും. 2 10 വെട്ടുമ്പോൾ 5, 3 15 വെട്ടുമ്പോൾ 5. അപ്പൊ 5 × 5 25, √5. അപ്പൊ അതും എണ്ണൽ സംഖ്യ തന്നെ കിട്ടി. ഇവിടേക്ക് വന്നേ, ഇത് √5 × 80, അതായത് 8 40 ഗുണിക്കുമ്പോൾ 8 40 400 എന്ന് കിട്ടും. √4 എന്ന് പറഞ്ഞാൽ 20 ആണ്. നോക്കി, എല്ലാത്തിനും എണ്ണൽ സംഖ്യയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിക്കാം. എല്ലാ എണ്ണൽ സംഖ്യ നമുക്ക് കിട്ടിയത് ഓപ്ഷനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ്? 1 3 മാത്രം.
2ഉം 3ഉം മാത്രം, 1ഉം 2ഉം മാത്രം, ദെൻ 1ഉം 2ഉം 3ഉം മാത്രം. ഇതിനകത്ത് ഏതാ വരിക? അത് നമുക്ക് 3 വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്ത് ആൻസർ 1ഉം 2ഉം 3ഉം വരും. ഈ 3 ആൻസറുകൾ നമുക്ക് ഇതിനകത്ത് 3 ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ അതും നല്ല ചോദ്യമായിരുന്നു, എളുപ്പമായിരുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. 93 ചോദ്യങ്ങൾ അല്ലേ? 3 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇതിനടുത്ത ചോദ്യം. ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ വില 8,000 രൂപയാണ് എങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ വില എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് നോക്കുക. ഒരു TV കമ്പനി എന്ന് പറയുന്നത് ഒരു ടിവിയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. ടിവിയുടെ ഇപ്പോഴത്തെ വില 8,000 രൂപ ആണ് എങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ വില എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡയറക്റ്റ് നമുക്ക് ചെയ്യുകയും ചെയ്യാം, നമുക്കല്ലാതെ നമുക്ക് ആലോചിക്കാം. എളുപ്പത്തിൽ നമുക്ക് ആലോചിക്കാം. നോക്കിയേ, ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? സോറി, നമുക്ക് 8,000 രൂപ വിലയുള്ള ഒരു TV ഉണ്ട് അല്ലെ? ടിവിയുടെ വില 8,000 രൂപയാണ്. ഓക്കെ, അതിനകത്ത് എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ, ഓരോ വർഷം കഴിയുന്തോറും 5% വില കുറയ്ക്കും. അതായത് ഇപ്പോഴത്തെ വില എന്താണോ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒറ്റ വർഷത്തേക്ക് 2 വർഷത്തേക്ക് 5 ചെയ്ത് നമ്മൾ തെറ്റിപ്പോവും. കാര്യം ഇപ്പോഴത്തെ വില എന്താണോ അതിൻ്റെ 5% കുറയ്ക്കും അടുത്ത വർഷം അല്ലെ? ഇനി ആ വിലയുടെ 5% കുറയ്ക്കും അടുത്ത വർഷം. നമുക്ക് നോക്കാം. അപ്പോൾ ആ ഫസ്റ്റ് വർഷത്തിലെ കേസ് നമുക്ക് നോക്കാം. 8,000ന്റെ 5% കുറയും. അത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ഒന്നുകിൽ 8,000 ഒരു രീതി എന്താണ്? 8,000ന്റെ 5% കണ്ടുപിടിക്കുക. കണ്ടോ, എത്രയാണ്? 8 40 400. അതായത് 400 രൂപ കുറയും. 8,000 രൂപ ആയിരുന്നത് 7,600 രൂപയായിട്ട് മാറും. ശരി, 8,000 രൂപയാണ് 7,600. അപ്പോൾ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ വില 8,000 രൂപയാണെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ അടുത്ത കൊല്ലം ആകുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വില കുറയും. അപ്പോൾ എത്രയാണ്? 7,600 ആകുമ്പോൾ പുതിയ വില 7,600 ഉണ്ടാവും. ഇനി വീണ്ടും അടുത്ത വർഷം എന്ത് സംഭവിക്കും? ഈ 7,600 5% വീണ്ടും കുറയ്ക്കും. അല്ല, അങ്ങനല്ലോ, 7,600 5%. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യാം. സോ 76 × 5 5,6 30 അല്ലെ? 5,6 30 5,7 35 3 380 അല്ലെ? ഞാൻ ഗുണിച്ചതിന് പ്രശ്നമുണ്ടെന്ന് നോക്കാം. 380, അതായത് 7,600 വീണ്ടും 380 കുറയും അല്ലെ? 7,600 വില, അതിന് 5% 380 കുറയും. അപ്പം 7,600 മൈനസ് 380 0, 10 കുറച്ച് 2 കിട്ടും, 5 കുറച്ച് 2 കിട്ടും. 7,220 രൂപയ്ക്കായിരിക്കും 2 വർഷം കൈവരിക്കുന്നത്. ഇത് ഒരു രീതിയാണ്. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 8,000ന്റെ എന്ത് കണ്ടുപിടിക്കാം? ഇനി ഒരുപാട് മെത്തേഡ് ഉണ്ട് കേട്ടോ, ഒരുപാട് മെത്തേഡ്. 8,000ന്റെ 100ൽ 95 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് അങ്ങോട്ട് കട്ട് കളയുമ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ 7,200 പറഞ്ഞത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് പെട്ടെന്ന് ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ 7,220 ആയിരിക്കും എന്നുള്ളതാണ്. പല ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? 7,220 ഉണ്ട്. ആ ബി ഓപ്ഷനാണ് 7,220 എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള ചോദ്യം തന്നെയാണ്, പറയാം പ്രശ്നമുള്ള ചോദ്യം അല്ല. അടുത്തത് നോക്കിയാൽ 95ാമത്തെ ചോദ്യം. -3 റൈസ് ടു 4 × 5/3 ദ ഹോൾ റൈസ് ടു 4. ഈ ചോദ്യം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഇതും ഒരു പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യം തന്നെ ആയിരിക്കാം. നോക്കാം നമുക്ക്. കൃത്യത്തിലുള്ള ചോദ്യം. -3 റൈസ് ടു 4 ഇൻറ്റു ദെൻ 5/3 ദ ഹോൾ റൈസ്. ഇത് നമ്മൾ കുഞ്ഞു കാര്യം മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഒരു നെഗറ്റീവ് സംഖ്യ, ഇപ്പോൾ ഈ -5 ദ ഹോൾ റൈസ് ടു 2 എന്ന് പറയാം. അത് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് 25 ആയിരിക്കും കിട്ടുക. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? കാര്യം -5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? -5 ഇൻറ്റു -5, അതായത് -5 × പ്ലസ് 25. അപ്പോൾ -5ന്റെ സ്ക്വയർ 25 ആണ്. ഇനി +5ന്റെ സ്ക്വയറോ? അതും 25 തന്നെയാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? നോക്കി, ഇതും 25 ആണ്, ഇത് 2 25 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? -5ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ. രണ്ടും സെയിം ആണ്. ഉണ്ടോ? -5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷേ ഈ പവർ 3 ആയി കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും. കാര്യം -5ന്റെ ക്യൂബ് ഉണ്ടോ? എന്തായിരിക്കും? -5 × -5 × -5. അപ്പോൾ -5 × -5 × -5 × -5. അപ്പോൾ 3 മൈനസ് വരും. അപ്പോൾ -× പ്ലസ്, പ്ലസ് × മൈനസ് വീണ്ടും മൈനസ്, -125 എന്ന് വരും. അതും 5ന്റെ ക്യൂബ് 1 അല്ല. കണ്ടോ? അപ്പോൾ ഉള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. പവർ ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ, പവർ ഇരട്ട സംഖ്യയാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ -5ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് -5/4 എന്ന് പറഞ്ഞാലും 5/4 സെയിം തന്നെ ആയിരിക്കും. കാര്യം പവർ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. നോക്കിയേ, എങ്കിലും ഇവിടെ നോക്കിയേ, എനിക്ക് ഈ -3/4 എന്ന് പറഞ്ഞ പവർ ഇരട്ട സംഖ്യയല്ലേ? ഈ -3/4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3/4 എഴുതാൻ പറ്റും. കണ്ടോ? അതാണ് കോൺസെപ്റ്റ്. ഈസി ഇൻറ്റു. ഈ നോക്കിയേ, 5/3 ഹോൾ റൈസ് 4 ഹോൾ റൈസ് ടു 4 നമ്മൾ വായിക്കുന്നത് തന്നെ ഹോൾ റൈസ് ടു 4. അപ്പോൾ ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് 5നും ഉള്ള 4ആണ്, 3നും ഉള്ള 4ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നതിന്? സെപ്പറേറ്റ് കൊടുക്കണമെങ്കിൽ 2നും കൊടുക്കും. 5/4 എന്നും കൊടുക്കും, 3/4 എന്നും കൊടുക്കും. കണ്ടോ? 2നും 4 കൊടുക്കും.
ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, നമുക്ക് ഈ 3/4 ഇതും വെട്ടിക്കളയാം. ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 5/4 കേട്ടോ. ഇതാണ് സംഗതി. അപ്പൊ നമുക്ക് ആ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം. നോക്കിയേ, അതിനകത്ത് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രാമത്തെയാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത്, അത് എനിക്കൊന്ന് ക്ലാരിറ്റി കുറവുണ്ട്. അത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് 5/4 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലോസ് ഓഫ് എക്സ്പെൻസ് എന്ന് പറയുന്ന കൃത്യങ്ക നിയമങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പവറിന്റെ കേസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. പവർ ഇരട്ട സംഖ്യയാണെങ്കിൽ എപ്പോഴും അത് നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് വന്നാൽ നമുക്ക് ഒരുപോലെ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ, അടുത്ത 96ാമത്തെ ചോദ്യം. 1, 51, 3, 46 എക്സെട്ര ഇങ്ങനെ പോകുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ ഏത്? ഇത് എളുപ്പമുള്ള ശ്രേണിയാണ്. അപ്പോൾ ആ ശ്രേണി നിങ്ങൾ നോക്കുക. എന്താണ്? 1, 51, 3, 46, ദെൻ 46 കഴിഞ്ഞിട്ട് ഒരു 5 ഉണ്ട്, ദെൻ ഡാഷ് ഉണ്ട്, ദെൻ 7 ഉണ്ട്, 30. പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ചോദ്യമാണ്. ഇത് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ് അല്ലേ? സോ നോക്കാം, എന്താ പറയാ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമുക്ക് അതെ അത്രേ ഉള്ളൂ, 41 ശരിയാണ് കുഞ്ഞോൺ. ഓക്കെ, കാര്യം എന്താ? നമുക്കിത് നോക്കി, ഇത് ഓൾട്ടർനേറ്റ് സംഖ്യയിൽ എടുത്താൽ മതി. 1 + 2 3, 3 + 2 5, 5 + 2 7 ഉണ്ടാവും. ഒന്നിലോട്ട സംഖ്യയിൽ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്കി 51 46 -5, 46 -5 ആയിരിക്കും ഇവിടെ വരിക, വീണ്ടും -5 ആയിരിക്കും ഇവിടെ വരിക. നോക്കി 46 5 കുറച്ചാൽ 41 കണ്ടോ? ആ 41 വീണ്ടും 5 കുറയ്ക്കുമ്പോൾ 36 കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 41. ഓപ്ഷനകത്ത് 41 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല കണ്ടോ. 41 ആൻസർ ആ ഓപ്ഷനകത്ത് ഉണ്ട്. ആ എ ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, സോ എന്താണ് അടുത്തത്? BC KLുമായിട്ട് റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് MN എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ചോദ്യം. നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. BC എന്ന് പറയുന്നത്, BCയും ആരുമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്ന? BCയും KLുമാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ചോദ്യം MN എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം അല്ലേ? നോക്കാം നമുക്കിതെങ്ങനെ. B കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്ററാണ് K എന്ന് നോക്കിയേ. BC അല്ലേ? അല്ലെങ്കിൽ C കഴിഞ്ഞിട്ട് നോക്കിയാലും മതി, എങ്ങനെ നോക്കിയാലും മതി. C കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ B കഴിഞ്ഞിട്ടുള്ള നോക്കിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ എഴുതിക്കുന്ന പാറ്റേൺ തന്നെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ നോക്കിയേ. BCയും KLും ദെൻ MN എന്തുമായിട്ട് അല്ലേ? ഇതല്ലേ ചോദ്യം. നോക്കിയേ, BC C കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് K വന്നിരിക്കുന്നത് നോക്കാം. ABCDEFGHIJK 8ാമത്തെ ലെറ്ററാണ് K വന്നിരിക്കുന്നത് അല്ലെ? അത് കഴിഞ്ഞിട്ട് K കഴിഞ്ഞ് L വന്നിരിക്കുന്നു. ആ ഒരു കോൺസെപ്റ്റ് ശരിയാവും നമുക്ക് നോക്കാം ആദ്യം. അപ്പൊ MN, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്ററാണ്? 8ാമത്തെ ലെറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഇത് നോക്കാം. N കഴിഞ്ഞിട്ട് 8ാമത്തെ ലെറ്റർ നമുക്ക് എഴുതി നോക്കാം. +8. N കഴിഞ്ഞിട്ട് MN കഴിഞ്ഞിട്ട് MN OPQRSTUV V ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മെത്തേഡ് നോക്കാം. V UVW അല്ല, അങ്ങനെയല്ലേ വരുന്നത്? കാര്യം K കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ V കഴിഞ്ഞ് W ശരിയല്ലേ? നമുക്ക് നോക്കാം VW വരുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ നമുക്ക് ഓപ്ഷനകത്ത് VW ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. നോക്കിയേ, VW ഉണ്ട്. അതിൽ B ഓപ്ഷൻ എന്ന് പറയുന്നത് VW ആണ്. സോ നമുക്കത് B തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പ്രശ്നമുള്ള ഒരു ചോദ്യമല്ല, എളുപ്പമല്ലേ? അപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ചോദ്യം ഇതേ ഒരു പാറ്റേൺ, അതായത് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യം ആയിരുന്നില്ല എന്ന് പറയാം. അടുത്തത് ക്ലോക്കിൽ റീസെന്റ് ചോദിക്കുന്ന എല്ലാ എക്സാംസിനും നമ്മൾ ഇതുപോലെ പറഞ്ഞതാണ്. സ്ഥിരം പാറ്റേൺ ആയിട്ട് വന്നിരിക്കുകയാണ് ക്ലോക്കിന്റെ ക്വസ്റ്റ്യൻ. പ്രതിബിംബത്തിലെ സമയമാണ് ചോദ്യം. ക്ലോക്കിലെ സമയം 12:20 ആയാൽ പ്രതിബിംബത്തിന്റെ സമയം എത്ര എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക് ആ ചോദ്യം. ഓക്കെ, അപ്പൊ സമയം എത്ര? 12:20. പ്രതിബിംബം അല്ലേ? അപ്പൊ 12:20 12 മണിക്ക് ശേഷമുള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനെ 11 സാറിന് നമ്മൾ 11:60 നിന്നാണ് കുറയ്ക്കാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ 12:20 അല്ലയോ? 12:20. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 23:60 നിന്ന് കുറയ്ക്കാം. 23:60 അല്ലേ? അപ്പൊ 12:20 0 4 ദെൻ 3 2 കുറച്ച് 1 വരും, ദെൻ 2 1 കുറച്ച് 1 വരും അല്ലേ? 11:40 ആണ് ആൻസർ. ഓപ്ഷൻ ഉണ്ടോ നോക്കാം. 11:40 നോക്കാം. ഓക്കെ, 11:40 സി ആണ് ഓപ്ഷൻ. ഓപ്ഷൻ സി 11:40 ആണ് വന്നിരിക്കുന്നത്. ദെൻ 99ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറയുന്നത് നോക്കാം. ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. ശരി, എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? 20, 21, 23, 24, 25,
ദെൻ 35, 36, 38 ഇതിൽ ഒറ്റയാൻ ഏത് എന്നുള്ളതാണ് ചോദ്യം. സോറി 28 എന്ന് പറയുന്നത് ഒറ്റയാൻ ഏതാണ് ചോദ്യം. പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഓപ്ഷനകത്ത് 24, 23, 20 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 24, 23, 20 അതിനകത്ത് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇവയൊന്നുമല്ല, അതിന് ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കി, ആ 20 എന്ന് പറയുന്നത് ഒരു ഭാജ്യസംഖ്യയാണ് അല്ലേ. 20 നമുക്ക് എന്താണ് ഘടകങ്ങളുണ്ട്, വേറെ ഒരുപാട് ഘടകങ്ങൾ. 21-നും ഘടകങ്ങൾ 3, 7 ഒക്കെ ഘടകങ്ങളാണ്. 23-ന് വേറെ ഘടകങ്ങളില്ല. 24-നുണ്ട്, 25-നുണ്ട്, 35-നുണ്ട്, 36-നുണ്ട്, 28-ന് എല്ലാത്തിനും ഘടകങ്ങളുണ്ട്. ഏതിനൊഴിച്ച് 23 എന്ന് പറയുന്ന ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും 23 മാത്രമാണ് എന്ന് പറയുന്നത്. 23 മാത്രമാണ് അഭാജ്യസംഖ്യ. ബാക്കി എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യകളാണ്. അതുകൊണ്ട് എല്ലാത്തിനും എന്തുണ്ട്, ഘടകങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആൻസറാണ്, ഘടകങ്ങൾ എല്ലാത്തിനും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ, ഓപ്ഷൻ പെട്ടെന്ന് പറയാൻ പറ്റും 23 വിത്ത് റീസൺ എന്താണ്, പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണെന്ന് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എളുപ്പമായിരുന്നു ആ ഒരു ചോദ്യവും. നമ്മൾ ആ പറഞ്ഞ പ്രിസത്തിന്റെ ക്വസ്റ്റ്യൻ വെച്ച് ബാക്കി എല്ലാം സിമ്പിൾ ആയിരുന്നു തോന്നുന്നു. സോ ഫ്രോഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കോഡ് ഉപയോഗിച്ച് നമുക്ക് ഫ്രോഗിനെ എങ്ങനെ എഴുതാന്നാ പറയുന്നത്. ഫ്രോഗിനെ നമുക്ക് KVRI എന്ന് എഴുതാം. KVRI എന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന ചോദ്യം, ഗേറ്റ് എന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം, ഫ്രോഗിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, KVRI എന്ന് എഴുതാൻ പറ്റും എങ്കിൽ എന്താണ് ഗേറ്റിന് എഴുതാൻ പറ്റുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ഓക്കെ, ഫ്രോഗിനെ KVRI അല്ലയോ, KVRI എന്ന് എഴുതാം എങ്കിൽ നമ്മളുള്ള ചോദ്യം എന്താണ്, ഗേറ്റിനെ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. നോക്കാം, നേരത്തെ പറഞ്ഞതുപോലെ എഫ് കഴിഞ്ഞ് എത്രാം ലെറ്ററാണ് കെ നമുക്ക് നോക്കാം. ഒരു പരിപാടി നോക്കാം. അപ്പോൾ EFGHIJK, അപ്പൊ എത്ര, 5ാമത്തെ ലെറ്ററാണ് അല്ലേ. അപ്പൊ എഫ് കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ. ആദ്യം നമ്മൾ നോക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് നോക്കും ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ. 6 കഴിഞ്ഞ് എത്രാം ലെറ്ററാണ് ബി എന്ന് നോക്കാം. PQRSTUV അല്ലെ, 4. സോ +4. O കഴിഞ്ഞ് എത്ര ലെറ്റർ, MNO PQR 3ാമത്തെ ലെറ്റർ. ഇപ്പൊ നമുക്കൊരു പാറ്റേൺ കിട്ടിക്കാണും അല്ലെ. GHI 2ാമത്തെ ലെറ്റർ. അപ്പൊ ഇതാണ് പ്രത്യേകത. ആദ്യം +5, പിന്നെ +4, പിന്നെ +3, പിന്നെ +2. G കഴിഞ്ഞ് 5ാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാം. ABCDFG HIJKL. സോ L അല്ലെ. A കഴിഞ്ഞ് ABCDE. സോ 4. T കഴിഞ്ഞ് 3ാമത്തെ ലെറ്റർ അല്ലെ, PQRSTUVW 3 അല്ലേ, W. E കഴിഞ്ഞിട്ട് EFG. സോ LEWG എന്നൊരു ഓപ്ഷൻ നമുക്ക് കൊണ്ടുവന്ന് നോക്കാം. LEWG അല്ലെ, LEWG ഡി ഓപ്ഷനാണ്. 100th ക്വസ്റ്റ്യനിലെ ഡി ഓപ്ഷനാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ.